ദേവികുളം മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി എസ് രാജയുടെ പ്രചരണാർത്ഥം യു.ഡി.എഫ് അടിമാലി മണ്ഡലം കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ യു.ഡി.എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ദേവികുളം മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി എഫ് രാജയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി യു.ഡി.എഫ് നേതൃത്വവും പ്രവർത്തകരും മുന്നോട്ടു പോകുന്നുണ്ട്. പ്രചരണാർത്ഥം വിവിധ മണ്ഡലങ്ങളിലായി മണ്ഡലം കൺവെൻഷനുകൾ പുരോഗമിച്ചു വരികയാണ്. അടിമാലിയിൽ നടന്ന യു.ഡി.എഫ് കൺവെൻഷൻ യു.ഡി.എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അടുത്തായി വരുന്ന മെയ് മാസത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഈ സംസ്ഥാനത്തുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാവ് കേരള നിയമസഭയിൽ നമ്മുടെ ഭരണ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുമ്പോൾ ഈ ദേവികുളം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ മുഖ്യമന്ത്രിക്ക് പിന്തുണയേകാൻ, ആ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി കൈവക്കാൻ ശ്രീ എഫ് രാജ കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൺവെൻഷനിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. മുഖ്യപ്രഭാഷണം നടത്തി. ഡി.സി.സി വൈസ് പ്രസിഡന്റ് പി.വി. സ്കറിയ, കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, യു.ഡി.എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എം.പി. സൈനുദ്ദീൻ, കൺവീനർ ഒ.ആർ. ശശി, ജോർജ് തോമസ്, ടി.എസ്. സിദ്ദിഖ്, പി.ആർ. സലിംകുമാർ, ബാബു കുര്യാക്കോസ്, പി.സി. ജയൻ, സജി പൂതക്കുഴി, അന്ത്രു മണലുകുടി, ഹാപ്പി കെ വർഗീസ്, കെ.പി. അസീസ് എന്നിവർ സംസാരിച്ചു. കൺവെൻഷനിൽ മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി എഫ് രാജ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തും സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി.